If the circumradius of an equilateral triangle is 4 centimeter, then the side of the equilateral triangle, option A 4, option B 4 root 2, option C 4 root 3, option D none of these. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സർക്കും റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കും റേഡിയസ് എന്ന് പറയുമ്പോൾ സർക്കും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതായത് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പുറത്താണ് സർക്കിൾ വരുന്നതെങ്കിൽ അതിന് സർക്കും സർക്കിൾ എന്നും, അതുപോലെ അകത്ത് സർക്കിൾ വന്നാൽ ഇൻ സർക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, സർക്കും സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സർക്കും റേഡിയസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ R ഈക്വൽ ടു A/√3 ആണ്. ഓക്കെ, R ഈക്വൽ ടു A/√3. R എന്ന് പറയുമ്പോൾ സർക്കും റേഡിയസ്, എ എന്ന് പറഞ്ഞാൽ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ സർക്കും റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആറിന് പോലെ നമുക്ക് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 ഈക്വൽ ടു A/√3. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ഈ √3 ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 4ൻ്റെ കൂടെ മൾട്ടിപ്പിൾ ആവും. ഓക്കെ, അപ്പോൾ 4√3 എന്ന് വരും. എ എന്ന് പറയുമ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡാണ്, അത് നമുക്ക് 4√3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ് സർക്കും റേഡിയസും അതുപോലെ ഇൻ റേഡിയസ് ഒക്കെ. സർക്കും റേഡിയസ് എന്ന് പറയുന്നത് A/√3 ആണ്, ഇൻ റേഡിയസ് എന്ന് പറയുമ്പോൾ A/2√3 വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 2 fair dice are thrown. The probability that the sum of the number appearing on the dice is a prime number. Option A 5/12, option B 1/12, option C 7/12, option D 3/4. ഓക്കെ, അപ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ആ 2 ഡൈസിലെയും സം ഓഫ് ദി നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം 2 ഡൈസ് ത്രോ ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് 1 1 1 2 1 3 എക്സെട്ര, അതുപോലെ 2 1 2 2 2 3 അങ്ങനെ വരും. അങ്ങനെ അവസാനം എവിടെ വരെ വരും, 6 6 വരെ വരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, 36 എലമെൻറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. 2 ഡൈസാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ സാമ്പിൾ സ്പേസ് 1 1 1 2 1 3 1 4 എക്സെട്ര അങ്ങനെ 6 6 വരെ വരും. നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 36 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഇവൻ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ 2 നമ്പറും. ഓക്കെ, ഈ ഓർഡർഡ് പേരിൽ 2 നമ്പറിൻ്റെയും സം എന്തായിരിക്കണം, പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവൻ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കാം, അതിന് മുൻപായിട്ട് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ വരും, മാക്സിമം സം എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പോൾ 12ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് എഴുതാം. 12ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് 2 3 5 7 11. ഓക്കെ, ഇതൊക്കെയാണ് 12ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2 സമ്മ് വരണമെങ്കിൽ ഏതൊക്കെയാണ് പേഴ്സ്, അതായത് ഡൈസിൽ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കണം, 1 1. ഓക്കെ, 1 1 വരുമ്പോഴാണ് സമ്മ് 2 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 സമ്മ് 3 വരുന്നത് ഏതൊക്കെയാണ്, ആദ്യത്തേൽ 1ഉം രണ്ടാമത്തേൽ 2ഉം വരാം. ഇത് നേരെ തിരിച്ചു വരാം, ആദ്യത്തേൽ 2 വരാം, രണ്ടാമത്തേൽ 1 വരാം. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് 3 സമ്മ് വരാനുള്ള പോസിബിലിറ്റി. ഓക്കെ, 3 സമ്മ് വരാനുള്ള കേസ് എന്ന് പറയുമ്പോൾ 1 2ഉം 2 1ഉം മാത്രമാണ്. ഓക്കെ, അപ്പോൾ 3ൻ്റെ കഴിഞ്ഞ് നെക്സ്റ്റ് 5നെ നോക്കുക. 5 സമ്മ് വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം, ആദ്യത്തേൽ 1 വരാം, രണ്ടാമത്തേൽ 4 വരാം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ എങ്ങനെയാണ്, 2 വന്നാൽ അടുത്തേൽ എന്തായിരിക്കണം, 3 വരണം. ഓക്കെ, എങ്കിലാണ് 5 കിട്ടുന്നത്. ഓക്കെ, ഓർഡറിൽ തന്നെ എഴുതി, ആദ്യം 1 വന്നു, പിന്നെ 2 വന്നു ഫസ്റ്റ്, നെക്സ്റ്റ് നോക്കൂ 3 വന്നാൽ അടുത്ത എന്തായിരിക്കണം, 2 വരണം. ഓക്കെ, അപ്പോൾ 3ൻ്റെ കേസ് കഴിഞ്ഞു. 4ൻ്റെ ആണെങ്കിൽ 4 വന്നാൽ 1 വരണം. ഓക്കെ, നെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ. അടുത്ത 5 വന്നാൽ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സമ്മ് 5 വരാനുള്ള കേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 7ൻ്റെ കേസ് നോക്കാം. ഓക്കെ, ആദ്യത്തേൽ 1 വരാം, അടുത്തേൽ 6 വരാം. ഇപ്പോൾ എന്താ സമ്മ്, ടോട്ടൽ 7 വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ ആദ്യത്തിൽ 2 വന്നാൽ അടുത്തേൽ എന്ത് വരണം, 5 വരണം. ആദ്യത്തിൽ 3 വന്നാൽ അടുത്തതിലും 7 ആയതുകൊണ്ട് 4 വരണം. നെക്സ്റ്റ് ആദ്യത്തിൽ 4 വന്നാൽ രണ്ടാമത്തേൽ 3 വരണം. ഓക്കെ, ദെൻ ആദ്യത്തേൽ 5 വന്നാൽ രണ്ടാമത്തേൽ 1 വരണം, 2 വരണം. ആദ്യത്തേൽ 6 വന്നാൽ രണ്ടാമത്തേൽ 1 വരണം. ഇതാണ് 7 സമ്മ് വരാനുള്ള
പേയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 1 6 2 5 3 ഓർഡറിൽ തന്നെ എഴുതുക. 1 2 3 4 5 6. ഓക്കെ, ഓർഡറിൽ എഴുതിയാൽ നമുക്ക് ഒന്നും മിസ്സാവാതെ തന്നെ ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് വരുന്ന എന്താണ്? സമ്മ് 11 വരുന്നത്. സമ്മ് 11 വരുന്ന പേയേഴ്സ് ഏതൊക്കെയാണ്? 5 6. ഓക്കെ, ഇതിനെ തിരിച്ചു എഴുതാം. 6 5 ഇത്രയും മാത്രമാണ് സമ്മ് 11 വരുന്ന കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ സെറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവൻ്റെ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, അപ്പോൾ 15 എലമെൻറ്റ്സ് ആണ് ഇതിലുള്ളത്. ഇവൻ്റ് സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രോബബിലിറ്റിയാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P of E equal to N of E divided by N of S. ഇവൻ്റെ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഇവൻ്റെ സെറ്റിൽ 15 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 15 എഴുതുന്നു. സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സ് എത്രയാണ്? 36 ആണ്. 15/36 ആണ്. ഇനി നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 15ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 5 ടൈംസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 36ൽ 3 എത്ര പ്രാവശ്യമാണ്? 12 ടൈംസ്. ഓക്കെ, അപ്പോൾ 5/12 ആണ് ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രോബബിലിറ്റി കണ്ടെത്താൻ സാമ്പിൾ സ്പേസിലെ ഇവൻ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇവിടുത്തെ ഇവൻ്റ് എന്ന് പറയുമ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. പ്രൈം നമ്പേഴ്സ് ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് ഇതിൽ ഓരോന്നും എടുത്തിട്ട് ചെയ്യുക. അതായത് 2 വരാനുള്ള പോസിബിലിറ്റി, 2 വരാനുള്ള കേസ് ഏതൊക്കെയാണ് നോക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് 3ൻ്റെ നോക്കിയാൽ മതി. 3ൻ്റെ കേസ് എഴുതുക. 5ൻ്റെ എഴുതുക. ഓക്കെ, അങ്ങനെ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പർ മിസ്സാവാതെ തന്നെ, ഒരു പെയർ മിസ്സാവാതെ തന്നെ കിട്ടും. ഓക്കെ, ഇനി ഓർഡർ അല്ലാതെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കാം, ഏതെങ്കിലും 1 2 ഒക്കെ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. In a geometric progression, the first term and common ratio are 1 and 3. If the sum of first n terms is 1093, then value of n, option A 5, option B 6, option C 7, option D 8. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം 1ഉം അതുപോലെ കോമൺ റേഷ്യോ 3ഉം ആണ്. പിന്നെ പറയുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേംസിൻ്റെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് 1093 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സം ഓഫ് n ടേംസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് GP ആണ്. കാരണം n എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ഫൈനൈറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഫൈനൈറ്റ് GPൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ എന്നാണ്. ഓക്കെ, സമ്മ് കണ്ടെത്താനുള്ള ഇക്വേഷൻ SN എന്ന് പറയുന്നത് n ടേംസിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആണ്. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. അതിവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 1 ആണ് ഫസ്റ്റ് ടേം. അതുപോലെ കോമൺ റേഷ്യോ r എന്ന് പറയുന്നത് 3 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ, n ടേംസിൻ്റെ സമ്മ് 1093 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു 1093 എന്ന് എഴുതാം. ഇനി ഇവിടെ എയുടെ വാല്യൂയും ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എയുടെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു 1 മൈനസ് ആറിന് പകരം 3 കൊടുക്കുന്നു. അപ്പോൾ 3 റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1093. ഓക്കെ, ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 1 മൈനസ് 3 ഉണ്ട്. 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ -2 ആണ്. -2നെ ഇതുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇത് തിരിച്ചെടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇതിന് പകരം 3 റേസ് ടു n മൈനസ് 1 ഇക്വേഷൻ അങ്ങനെ എഴുതാം. r റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1 എന്നും എഴുതാം. കാരണം എന്താ, ഇത് എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ തന്നെ വരുള്ളൂ ഈ ഭാഗത്ത്. ഓക്കെ, അതിന് കാരണം എന്താ, ഇവിടെ 1 മൈനസ് ആയതുകൊണ്ട്. ഓക്കെ, 1 മൈനസ് r റേസ് ടു n ഇപ്പോൾ അഥവാ ആറിൻ്റെ വാല്യൂ 1നേക്കാൾ ലെസ് ആവുകയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് വരും. അപ്പോൾ താഴെ ഒരു മൈനസ് വരും. അപ്പോൾ മൈനസും കൂടി ചേർന്നത് പ്ലസ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 1 മൈനസ് 3 ഉണ്ട്. 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ -2 ആണ്. അത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 മൈനസ് 3 റേസ് ടു n ഈക്വൽ ടു ഇവിടെയുള്ള -2 ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1093 ഇൻറ്റു 2 ആവും. ഓക്കെ, 1093 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 21
2186 വരും. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട് കാരണം ഇവിടുത്തെ -2 ആണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2186 വന്നു. ഇനി 1 - 3n ആണ് 2186. നമുക്ക് 3n വാല്യൂ കിട്ടാനായിട്ട് 3n റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം, ഈ -2186 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ 1 + 2186 ആയിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ഇപ്പോൾ 1 + 2186 എന്ന് പറയുമ്പോൾ 2187 ആണ് ഈക്വൽ ടു 3n. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാണ്. ഈ -3n റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി +3n ആയി. 2186 ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോൾ 1 + 2186 ആയി, അതായത് 2187 ആണ്. അത് 3n = ആണ് 2187 കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിവിടെ n-ൻ്റെ വാല്യൂ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ 3-ൻ്റെ ഏത് പവറിലാണ് 2187 വരുന്നത് എന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് ഈ 2187-നെ 3 വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് 3 കിട്ടുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഫസ്റ്റ് നോക്കാം. 21-ൽ 3 7 ടൈംസ്, 8-ൽ 3 2 ടൈംസ്, ബാക്കി 2 റിമൈൻഡർ ഉണ്ട്. 2ഉം ഈ 7ഉം കൂടി ചേർത്ത് 27-ൽ 9 ടൈംസ്. എഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7-ൽ 2 ടൈംസ്, 1 റിമൈൻഡർ. 12-ൽ 4 ടൈംസ്, 9-ൽ 3 ടൈംസ്. 243 കിട്ടി. ഇനിയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24-ൽ 3 8 ടൈംസ്, 3-ൽ 3 1 ടൈം, 81 കിട്ടി. എഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8-ൽ 3 2 ടൈംസ് ഉണ്ട്, 2 റിമൈൻഡർ. 21-ൽ 7, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വരും. എഗെയിൻ അങ്ങനെ ലാസ്റ്റ് 3 കിട്ടുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. നമുക്ക് പറയാൻ പറ്റും 2187 എന്ന് പറയുന്നത് 3 എത്രയാണ്? 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ 3 7 ആണ് 2187. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാം. ഓക്കെ, 2187 എന്ന് പറയുന്നത് 3 7 ആണ്. അത് നമുക്ക് 3n എന്നാണ് നേരത്തെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, പവറുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് n-ൻ്റെ വാല്യൂ 7 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ratio of in radius and circumradius of an equilateral triangle is option A 2:1, option B 1:3, option C 1:2, option D 1:3. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇൻ റേഡിയസിൻ്റെയും സർക്കും റേഡിയസിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ അകത്താണ് എന്ത് വരുന്നത്, ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് അകത്താണ് സർക്കിൾ വരുന്നത്. അതായത് അതിൻ്റെ 3 സൈഡിലും ടച്ച് ചെയ്യുന്ന തരത്തിലാണ് സർക്കിൾ വരിക. ഓക്കെ, ഇനി സർക്കും സർക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പുറത്താണ് സർക്കിൾ വരുന്നതെങ്കിൽ അത് സർക്കും സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള സർക്കിളിൻ്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ റേഡിയസ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ ഇൻ റേഡിയസ് എന്ന് പറയുന്നത് a/2√3 ആണ്. ഓക്കെ, സർക്കും റേഡിയസ് എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ സർക്കും റേഡിയസ് എന്ന് പറയുന്നത് a/√3 ആണ്. ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോൻ്റെ ചിഹ്നം ഇടാം. ഇനി റേഷ്യോ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കണം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. രണ്ട് ഭാഗത്തും കോമൺ ആയിട്ട് വരുന്നത് a/√3 ആണ്. അത് ക്യാൻസൽ ആക്കി കളയാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇനി 1/2 മാത്രമാണ് ഉള്ളത്, റൈറ്റ് സൈഡിൽ 1. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിരുന്ന സമയത്ത് ഈ 2 റൈറ്റ് സൈഡിലോട്ട് പോകും. അങ്ങനെ നമുക്ക് 1:2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസിൻ്റെ റേഷ്യോ ഇൻ റേഡിയസും സർക്കും റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇൻ റേഡിയസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അകത്തെ സർക്കിൾ വരുന്നത്, അതുകൊണ്ട് തന്നെ റേഡിയസ് സർക്കും റേഡിയസിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഇൻ റേഡിയസ് എന്ന് പറയുന്നത് സർക്കും റേഡിയസിൻ്റെ പകുതിയാണ്, അല്ലെങ്കിൽ സർക്കും റേഡിയസ് എന്ന് പറയുന്നത് ഇൻ റേഡിയസിൻ്റെ ഇരട്ടിയാണ് എന്ന് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചോളൂ. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുമാത്രമല്ല ഇതിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ കൂടി പഠിക്കുക. a/2√3 ആണ് ഇൻ റേഡിയസ്, സർക്കും റേഡിയസ് എന്ന് പറയുന്നത് a/√3 ആണ്. ഓക്കെ, ഇതിൽ ഏതാ വലുത്? a/2√3 ആണോ a/√3 ആണോ? ഡിനോമിനേറ്റർ വലുതാവുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയല്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ വലുത് ഏത് തന്നെയാണ്? a/√3 തന്നെയാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. The reciprocal of a number is 1 less than the number itself, then the number is option A √5 - 1, option B √5 + 1, option C √5 + 1/2, option D √5 - 1/2. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിൻ്റെ
റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ആ നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് എ നമ്പർ ഈസ് 1 ലെസ് ദാൻ ദി നമ്പർ ഇറ്റ് സെൽഫ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്ത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്പർ എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/x ആണ്. അതെന്ന് പറയുന്നത് 1 ലെസ് ദാൻ ദി നമ്പർ എന്ന് പറയുമ്പോൾ ആ നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചതിന് തുല്യം. ഓക്കെ, അപ്പോൾ നമ്പർ എക്സ് ആണെങ്കിൽ 1 ലെസ് എന്ന് പറയുമ്പോൾ x-1. ഓക്കെ, ഇനി ഈ എക്സിനെ നമുക്ക് ഇതിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഈക്വൽ ടു എക്സ് ഇങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആകും, മൈനസ് 1 ഇൻറ്റു എക്സ് എക്സ് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് എക്സ്, ഈ 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -1 ആവും, ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a, ഇതാണ് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ നോക്കുക, എ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അതിവിടെ എത്രയാണ്? 1 ആണ്. ബി എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -1 ആണ്. സി എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള കോൺസ്റ്റൻറ്റ് ടേം ആണ്, അതിവിടെ -1 ആണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -b എന്ന് പറയുമ്പോൾ എന്താ വരിക? ബി -1 ആണ്. അപ്പോൾ -b എന്ന് പറയുമ്പോൾ മൈനസും മൈനസും കൂടി ചേർന്ന് പ്ലസ് ആയിട്ട് മാറും. +1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. അപ്പോൾ ബി -1 ആണ്, -1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. -4 ഇൻറ്റു എയുടെ വാല്യൂ 1 ആണ്, സിയുടെ വാല്യൂ നമുക്ക് -1 ആണ് അല്ലേ. ഇപ്പോൾ സിയുടെ വാല്യൂ -1 ആയതുകൊണ്ട് ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൈനസും മൈനസും കൂടി ചേർന്നിട്ട് പ്ലസ് ആകും. ഓക്കെ, അപ്പോൾ +480 ഡിവൈഡഡ് ബൈ 2a. ഇപ്പോൾ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 2a എന്ന് പറയുമ്പോൾ 2 തന്നെ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ്, ഇവിടെ റൂട്ടിനകത്ത് എന്തായി? 1 + 4 എന്ന് പറയുമ്പോൾ 5 വരും. ഇപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് √5 ആണ് കിട്ടിയിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇതിൽ 2 റൂട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 1 പ്ലസ് √5/2. ഓക്കെ, 1 പ്ലസ് √5/2 ആണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 മൈനസ് √5/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് നോക്കൂ. 1 പ്ലസ് √5/2 ഉണ്ട്. ഓക്കെ, 1 പ്ലസ് √5/2, അതായത് √5 + 1/2 ആണ് ആൻസർ ഉള്ളത്. 1 മൈനസ് √5/2 എന്നൊരു ആൻസർ, അതായത് ഓപ്ഷൻ ഇതിലില്ല. ഇതിലുള്ളത് ഏത് മാത്രമാണ്? ഫസ്റ്റ് ആൻസർ മാത്രമാണ്, √5 + 1/2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ? ഓപ്ഷൻ എ 2/3 ഗ്രേറ്റർ ദാൻ 4/7 ഗ്രേറ്റർ ദാൻ 2/5 ഗ്രേറ്റർ ദാൻ 1/3. ഓപ്ഷൻ ബി 4/7 ഗ്രേറ്റർ ദാൻ 2/3 ഗ്രേറ്റർ ദാൻ 2/5 ഗ്രേറ്റർ ദാൻ 1/3. ഓപ്ഷൻ സി 2/3 ഗ്രേറ്റർ ദാൻ 2/5 ഗ്രേറ്റർ ദാൻ 4/7 ഗ്രേറ്റർ ദാൻ 1/3. ഓപ്ഷൻ ഡി 2/3 ഗ്രേറ്റർ ദാൻ 4/7 ഗ്രേറ്റർ ദാൻ 1/3 ഗ്രേറ്റർ ദാൻ 2/5. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡറിൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഫ്രാക്ഷനാണ്. ഫ്രാക്ഷനിൽ ഗ്രേറ്റസ്റ്റും അതുപോലെ സ്മോളസ്റ്റും കണ്ടെത്താൻ പല മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് LCM മെത്തേഡ്. LCM എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സൊക്കെ ക്യാൻസലായി പോകണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് ഇതിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. അതായത് ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കണ്ടെത്താം. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വാല്യൂ, അതായത് 2/3 നമുക്ക് 20/3 ആയിട്ട് എടുക്കാം. 20/3 ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടെത്തുക. 20/3 എന്ന് പറയുമ്പോൾ 20-നകത്ത് 3 ഏകദേശം എത്ര തവണയുണ്ടാവും? 6 തവണയുണ്ട് അല്ലേ. അപ്പോൾ 20-നകത്ത് 3 6 തവണയാണ്. അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ 20/3 ആണ് 6. ഓക്കെ, അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ 0.6 വരും. ഓക്കെ, അങ്ങനെ അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്തിട്ടും ഇത് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇതൊന്ന് സോൾവ് ചെയ്യാം. ഫസ്റ്റ് നോക്കുക, 2/3 4/7 കൂടി കമ്പയർ ചെയ്യാം. 2/3 4/7 എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2 × 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14 ആണ്. അതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ആണ്. ഓക്കെ,
അതിനർത്ഥം 14 ഗ്രേറ്റർ ദാൻ 12 അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചിഹ്നം എന്താണ്? കറക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഈ രണ്ട് ഫ്രാക്ഷനിൽ വലുത് ഏതാണെന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് വെച്ചാൽ ഈ നമ്പറിൽ വലുത് ഏതാണോ അതിന് താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ 2/3 4/7 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ഭാഗത്ത് 14 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 12 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതിൽ ചെറുത് 12 ആയതുകൊണ്ട് 12ന് താഴെയുള്ള ഫ്രാക്ഷനാണ് ഈ രണ്ടെണ്ണത്തിൽ വെച്ച് സ്മോളസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ചിഹ്നം എന്താണ്? കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. 2/3 ആണ് 4/7 ഗ്രേറ്റർ. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? 4/7 2/5 കൂടി ഇതുപോലെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 4 × 5 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 5 എത്ര വരും? 20 വരും. ഇങ്ങനെയും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 20 ഗ്രേറ്റർ ദാൻ 14. ഇത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിനർത്ഥം എന്താണ്? 20ക്ക് താഴെയുള്ള ഫ്രാക്ഷനാണ് ഈ രണ്ടെണ്ണത്തിൽ വെച്ച് വലുത്. അതായത് 4/7 ആണ് 2/5 ഗ്രേറ്റർ. ആ ചിഹ്നവും കൊടുത്തിട്ടുള്ളതും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, മിസ്റ്റേക്ക് ഒന്നുമില്ല. നെക്സ്റ്റ് അടുത്തത് ചെക്ക് ചെയ്ത് നോക്കാം. 2/5 1/3 കൂടി ചെക്ക് ചെയ്യാം. ഇതുപോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 വരും. ഓക്കെ, ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ 1 × 5 എന്ന് പറയുമ്പോൾ 5 വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് പറയുന്നത് 6ന് താഴെയുള്ള 2/5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആയിട്ടാണ് സൈൻ ഇട്ടിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്ത് ചെയ്യാമെന്ന് പറയുന്നു. 2/3 എന്ന് പറയുമ്പോൾ 20/3 ആണ് അല്ലേ. 20/3 എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം 0.6 വരും. ഓക്കെ, സോറി, 20/3 എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ 0.6 വരും. 6 ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ. നെക്സ്റ്റ് അതുപോലെ നോക്കൂ, 4/7 എന്തെടുക്കാം? 40/7 ആയിട്ട് എടുക്കുക. അപ്പോൾ 40-നകത്ത് 7 എത്ര പ്രാവശ്യമാണ്? 5 ടൈംസ് ആണ് അല്ലേ. 5 × 7 ആണ് 35. ഓക്കെ, നമുക്ക് ഏകദേശം 5 എന്ന് തന്നെ ഇതിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വാല്യൂ നോക്കാം. 2/5 ആണ്. അത് നമുക്ക് 20/5 എന്ന് എടുക്കാം. 20/5 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യമുണ്ട്? 4 ടൈംസ് ഉണ്ട് അല്ലേ. 0.4 ആണ് 2/5 വരിക, എന്നാലും 4 ആയിട്ട് എടുത്തു. അപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇത്രയും ഭാഗം കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 1/3ൻ്റെ കേസ് കൂടി നോക്കണം. 1/3 എന്ന് പറയുമ്പോൾ 10/3 ആയിട്ട് എടുക്കുക. 10ൽ 3 ടൈംസാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ 0.3 ആണ് വരുന്നത്. ഞാൻ ഇവിടെ 3 തന്നെ എടുത്തു. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടിട്ടുള്ള കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ്. 6 ആണ് 5നേക്കാൾ ഗ്രേറ്റർ. അതിനർത്ഥം 2/3 ഈസ് ഗ്രേറ്റർ ദാൻ 4/7 എന്നാണ്. നെക്സ്റ്റ് അതുപോലെ 4/7 ഗ്രേറ്റർ ദാൻ 2/5 ആയിട്ടുണ്ട്. 2/5 ഗ്രേറ്റർ ദാൻ 1/3 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ മെത്തേഡായിരിക്കും ഈസി. ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷനും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം.